സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത റവന്യൂ വകുപ്പ്. 2024 പരിശോധനയിൽ 211 പേർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാട് കയറി മൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ആ സ്ഥിതിക്ക് കാരണം. രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. പ്രതികരണം വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്ക് മൂന്നാറിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗ്. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു എന്ന ആക്ഷേപം. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലാക്കണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് സിറ്റി വിഷൻ പോകുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത റവന്യൂ വകുപ്പ്. 2024 പരിശോധനയിൽ 211 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടുള്ളവരുടെ പേരുകളാണിത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 58 മുതൽ 72 വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട വോട്ടെന്നാണ് തേനി, ഇടുക്കി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത്. രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെയുണ്ട്. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത്. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് അവരെല്ലാം. തെരഞ്ഞെടുപ്പ് ദിവസം ഇവരെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും. തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകുമ്പോൾ മാത്രമാണ് നടപടിയുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തുന്നത്. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ വണ്ടൻമേട്, അതുപോലെ തന്നെ ശാന്തമ്പാറ, രാജകുമാരി, ഉടുമ്പൻചോല മേഖലയിലെ എല്ലാ വാർഡുകളിലും ഇതുപോലെ 100 കണക്കിന് വോട്ടർമാർ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലവിൽ ഇവിടെ താമസക്കാരോ ഒന്നുമല്ലാതാണ്. ഇവർ അന്യസംസ്ഥാനത്ത് വീടും അതുപോലെ തന്നെ അവിടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്ന ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരുടെ ID കാർഡുകൾ ഇവിടെ CPMന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിൽ മേടിച്ച് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് വീണ്ടും അവരെ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലെ വോട്ട് നിലനിർത്താനാണ് താല്പര്യപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ ഇന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുമില്ല. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാട് കയറി മൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. ഇതാകട്ടെ ഇവിടെ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിന്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിന്റെയും ഹോസ്റ്റലുകൾ, പ്രിൻസിപ്പൽ ഓഫീസ്, മറ്റ് അനുബന്ധ ഓഫീസുകളുടെയും പരിസരങ്ങൾ അത്രയും കാട് പടലങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാണ്. വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും സാന്നിധ്യമേറെ. പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന 100 കണക്കിന് ജനങ്ങൾക്ക് ഏറെ അപകടകരമാണിത്. കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായി പറയുന്നു. ഇതുമാത്രമല്ല, പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാന അവസ്ഥയാണുള്ളത്. ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പരിപാലിക്കുന്നതിൽ അധികൃതർക്ക് വൻ വീഴ്ചയാണ് ഉണ്ടാകുന്നത്. സിറ്റി വിഷൻ ഇടുക്കി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ. വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും
പ്രശ്ന പരിഹാരത്തിനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കുന്നതിനുമായാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. 2017 മുതലാണ് വനിതകളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളിൽ നിയമിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ആകെയുള്ള 3126 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ 700 പേർ വനിതകളാണ്. വനവും വനങ്ങളുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്ന ശ്രമകരമായ ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടേത്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിലിടത്തിൽ ലഭ്യമാകേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ, ആരോഗ്യ പരിരക്ഷ, തൊഴിലിടത്തിലെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഹിയറിംഗിൽ ഉയർന്നു വന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. വനിതാ കമ്മീഷൻ വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ സർക്കാരിന് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പബ്ലിക് ഹിയറിംഗ് എന്ന ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീകൾക്കുള്ള പ്രത്യേക പരിരക്ഷ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഗാർഹിക പീഡന നിരോധന നിയമവും തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തടയുന്നതിനായി പോഷ് ആക്ട് നിലവിലുണ്ട്. ഈ നിയമങ്ങളുടെ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് സിറ്റിംഗ് നടത്തുകയായിരുന്നു വനിതാ കമ്മീഷൻ ചെയ്തു വന്നിരുന്നത്. എന്നാൽ വിദൂര മേഖലകളിലും ദുർഘട മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന സമീപനമാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ സ്വീകരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നത്. അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസർ, നാർക്കോട്ടിക് ഓഫീസർ, ESI ഡിസ്പെൻസറി, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസർ തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. ഈ സാഹചര്യത്തിലാണ് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. അടിമാലിയിൽ ഒരു സിവിൽ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വളരെ കാലങ്ങളുടെ ആവശ്യമാണ്. നമുക്കറിയാം, അടിമാലി മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങൾ അവിടെ ഇവിടെയും ചിഹ്നിച്ചത്, കാംകോപ്പടിയിലും അടിമാലി ടൗണിലും അവിടെ ഇവിടെയും ചിഹ്നിച്ചതയാണ് ഈ ഓഫീസുകളുള്ളത്. ഈ ഓഫീസുകളെല്ലാം ഭാരിച്ച വാടകകൾ നൽകിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കാരണം അടിമാലിയിൽ പല ഭരണാധികാരികളും പലപ്പോഴും ഇപ്പോൾ ഒരു നാളെ വരും എന്ന് പറയുന്ന സിവിൽ സ്റ്റേഷൻ അടിമാലിയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സർക്കാർ ഓഫീസിൽ ആദിവാസി കുടി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഒരു കുടക്കീഴിൽ തന്നെ സർക്കാർ ഓഫീസിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടി ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടത്തിയിരുന്നു. 1/2 ഡസനിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. അടിമാലി ടൗണിലെത്തിയ ശേഷം ടൗണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം. സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക ഇനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാൻ കഴിയും. സിറ്റി വിഷൻ, അടിമാലി. 5 വർഷങ്ങൾ കൊണ്ട് 50 വർഷത്തെ വികസനം രാജ്യത്തിന് സമ്മാനിച്ച ബൂസ്റ്റർ മിസൈലായിരുന്നു രാജീവ് ഗാന്ധി എന്ന AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ധീഷ്ണശാലിയായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിച്ച ശ്രീ രാജീവ് ഗാന്ധിയുടെ 81ാമത് ജന്മദിനം രാജ്യമെമ്പാടും സദ്ഭാവന ദിനമായി ആചരിക്കുകയാണ്. സദ്ഭാവനയ്ക്കൊരു സന്ദേശമുണ്ട്. അത് സാഹോദര്യത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശമാണ്. ഭിന്നിപ്പിനും വെറുപ്പിനും അതീതമായി എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു കാലത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളാണ് സദ്ഭാവനാ ദിനത്തിൽ രാജ്യത്തിന് നൽകുന്നത്. ഈ വാക്ക് തന്നെ ആദ്യമായി ഉപയോഗിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഈ രാജീവ് ഗാന്ധി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങിൽ വെച്ച് രാജീവ് ഗാന്ധി രക്തദാന സേനയുടെ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് പ്രവർത്തകർ രക്തദാനം നടത്തി.
ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഹോസ്പിറ്റൽ PRO കിരൺ ജോർജ, ജോമോൻ തെക്കൽ, ഷാജി വെള്ളമാക്കൽ, ബിജു വെളുത്തേടത്ത്, ജോസ് ആനക്കല്ലിൽ, ബിജു പൊന്നോലി, ഷിബു പുത്തൻപുരയ്ക്കൽ, ഷാജൻ എബ്രഹാം, ജിജി ചേലക്കാട്ട്, ബിജു കൈപ്പൻ, റിജോ കുഴിപ്പള്ളി, ജോപോൾ വലിയപുരയിടം തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവന ദിനാചരണം നടത്തി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനം രാജ്യ സദ്ഭാവന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവന ദിനം ആചരിച്ചത്. KPCC മെമ്പർ R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB ജോസ മുഖ്യപ്രഭാഷണം നടത്തി. KP ഗോപിദാസ്, ബിജു കൂട്ടുപുഴ, സാജു പഴപ്ലാക്കൽ, കിങ്ങിണി രാജേന്ദ്രൻ, സിനി മൂലംകുഴിയിൽ, ജോയി തമ്പുഴ, അർജുൻ ഷിജു, അനിൽ മടത്തിനകത്ത്, സുബിൻ ടിറ്റോ, സുഗതപ്പൻ സാർ, PV ജോസ്, തങ്കായി എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികളെ അണിനിരത്തി കട്ടപ്പന ഭൂപതിവ് കാര്യാലയത്തിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനമായി കട്ടപ്പന ഭൂപതിവ ഓഫീസിന് മുമ്പിൽ എത്തിയതിനു ശേഷമാണ് ധർണ സംഘടിപ്പിച്ചത്. കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനുകൾ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് മിനിമം ബോണസ് 3000 രൂപ ഓണത്തിന് മുമ്പ് അനുവദിക്കുക, പെൻഷൻ തുക 6000 രൂപയാക്കി ഉയർത്തുക, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, സെസ് പിരിവ് 2% ഉയർത്തി പിരിവ് ഊർജിതപ്പെടുത്തുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സർക്കാർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കട്ടപ്പന ഭൂപതിവ് കാര്യാലയത്തിന് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. സംഘടനാ ജനറൽ സെക്രട്ടറി TR ശശി ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഓണത്തിന് മുമ്പ് മുഴുവൻ കുടിശ്ശിക, ഇപ്പൊ 16 മാസത്തെ കുടിശ്ശികയുണ്ട്. പെൻഷൻ 1600 രൂപ വെച്ച് 16 മാസത്തെ കുടിശ്ശിക ഒന്ന് കണക്ക് കൂട്ടിക്ക്. ഇതിനു മുമ്പ് ഞങ്ങൾ സമരം ചെയ്തപ്പോൾ പറഞ്ഞു ഉടൻ പരിഹരിക്കും, പരമാവധി ഒരുമിച്ച് തന്നില്ലേലും കിടുക്കളായിട്ട് ഞങ്ങൾ തരും. പ്രസവത്തിന് അപേക്ഷ കൊടുത്തിട്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടിയെ 1ാം ക്ലാസ്സിൽ എത്തിക്കാനായിട്ടും ആദ്യത്തെ പ്രസവത്തിന്റെ കാശ് കൊടുക്കുന്നില്ല. നേതാക്കളായ P മുത്തുപ്പാണ്ടി, രഘു കുന്നുപുറം, PJ റജി, സജി വെമ്പള്ളി, KK കുഞ്ഞുമോൻ, K ജോസ്കറിയ, G മോഹനൻ, ജിത്ത് വെളുത്തെടുത്ത, ലീലാമ്മ വിജയപ്പൻ, മറിയാമ്മ വർഗീസ്, സുമ തങ്കപ്പൻ, റോസമ്മ തോമസ്, വർഗീസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. ഏലകൃഷി വെട്ടി നശിപ്പിച്ചതിൽ തെളിവ് സഹിതം പരാതി നൽകി 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടിയിട്ടില്ലെന്ന പരാതി. പ്രകാശ് ഗ്രാം മൊട്ടപ്പാറയിൽ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിവരുന്ന ജയൻ VS എന്ന കർഷകനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കമ്പമട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇനിയും പ്രതിയെ പിടികൂടിയിട്ടില്ല. ഈ മാസം 8-നാണ് മുണ്ടിയരുമ വാഴത്തോട്ടത്തിൽ ജയൻ പ്രകാശ് ഗ്രാമിലുള്ള തന്റെ കൃഷിയിടത്തിലെ ഏലച്ചെടികൾ വെട്ടി നശിപ്പിച്ചതായി കണ്ടത്. 82 മൂട് ഏലച്ചെടികളാണ് വ്യാപകമായി വെട്ടിക്കളഞ്ഞത്. 1 ഏക്കർ സ്ഥലത്താണ് ഇവിടെ ജയൻ കൃഷി നടത്തി വന്നിരുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് കമ്പംമെട്ട് പോലീസിൽ 8-ന് തന്നെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. മുമ്പും സമാനമായ രീതിയിൽ തന്റെ കൃഷിയിടത്തിൽ കൃഷി വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. സമീപവാസിയായ ആളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് ജയൻ ആരോപിക്കുന്നത്. ഇയാൾക്കെതിരെ സാഹചര്യ തെളിവുകൾ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി മടങ്ങിയെങ്കിലും 13 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയുമില്ലെന്നാണ് കർഷകന്റെ ആരോപണം. വ്യാപകമായിട്ട് എന്റെ ഏലം വെട്ടി നശിപ്പിച്ചായിട്ട് കണ്ടിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് വെട്ടി നശിപ്പിച്ചായിട്ട് കണ്ടിരിക്കുന്നത്. എനിക്ക് സംശയമുള്ള ആളിനെ ഞാൻ തെളിവ് സഹിതം പോലീസിൽ പരാതി പറഞ്ഞിട്ടും എൻ്റെ നഷ്ടം വരുത്തിയ ആളിനെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് അന്വേഷണം ഊർജിതമാക്കാനോ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതുള്ളൂ. എനിക്ക് ഈ നഷ്ടം എനിക്ക് നിയമപരമായിട്ട് നേടിത്തരേണ്ടതുണ്ട്. CCTV ഫുട്ടേജും ഫോൺ റെക്കോർഡുകളും അടക്കം എടുത്ത് പരിശോധിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച ജില്ലാ പോലീസ് മേധാവിക്കും DYSPക്കും പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ജയൻ. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ
അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ, മാട്ടുകെട്ട ചന്തമുക്കിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മേരുകുളത്ത് നിന്നും മാട്ടുകെട്ട ടൗണിലേക്കുള്ള വഴിയിൽ മാട്ടുകെട്ട ചന്തമുക്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. ഇന്നലെ രാവിലെ സ്കൂട്ടർ യാത്രികനായ പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറുമായി ഓട്ടോറിക്ഷ ഇടിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത് 4ാമത്തെ അപകടമാണ്. മേരികുളത്ത് നിന്നോ മാട്ടുകെട്ടയിൽ നിന്നോ എത്തുന്ന വാഹനങ്ങൾ മാട്ടുകെട്ട ചന്തയിലേക്ക് പ്രവേശിക്കുവാൻ തിരിയുന്നതിനിടയിലും അലക്ഷ്യമായി ഡ്രൈവിംഗ് കൊണ്ടുമാണ് പലപ്പോഴും അപകടമുണ്ടാകുന്നത്. അപകടമുണ്ടാകുന്നതിന് തൊട്ടടുത്തായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട്. പഴയ തിയേറ്ററിന് മുന്നിൽ നിന്നും ചന്തഭാഗത്തേക്ക് റോഡ് മുറിച്ച് കടക്കേണ്ട സ്ഥലത്ത് പൊതുജനങ്ങൾക്കായി സീബ്ര ലൈൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും സീബ്ര ലൈൻ ഇടുവാൻ മലയോര ഹൈവേ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ലൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് വണ്ടിക്ക് നിയന്ത്രണമില്ല. ഏത് സൈഡിൽ കൂടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. തോന്നുന്ന വഴിക്കൂടെയാണ്. അത്തരമുള്ള സംഭവം. ആരും സിഗ്നലൊന്നും ഇടാതെയൊക്കെ വരാറുണ്ട്. സിഗ്നൽ ഇട്ടാലും അതൊന്നും നോക്കുന്നില്ല. നടുക്കോടെയാണ് എല്ലാവരും. അടിയന്തരമായി റോഡിൽ സീബ്ര ലൈനോ മറ്റു മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്ത് കുഴി രൂപം കൊണ്ട പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം. ഈ പാലത്തിന് സമീപത്ത് തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത്. അതേസമയം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഓണക്കാലമാകുമ്പോഴേക്കും ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്നും വാദമുയരുന്നു. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി, ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിലാണ് വലിയ കുഴി രൂപം കൊണ്ടത്. മഴ പെയ്യുക കൂടി ചെയ്തതോടെ കുഴി വലിപ്പമാർജിക്കുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്തു. ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലാണ് പഴയ പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പാലത്തിന് സമീപത്ത് തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത്. അതേസമയം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഓണക്കാലമാകുമ്പോഴത്തേക്കും ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്ന വാദവും ഉയരുന്നു. ഇത് അടച്ചിട്ട് കാര്യമില്ല. இது எப்படியே பெட்டன்னு பிடபிள்யூடி வந்து இதை எப்படி ரோட சரி பண்ணி திறந்து கொடுக்கறதுக்குள்ள ஒரு சமயதானம் உண்டாக்கணும். ஏன்னா ஓணம் ஃபெஸ்டிவல் வந்தா பின்ன வழி மொத்தம் ப்ளோக் ஆயிரும். பின்ன அந்த சமயம் பயங்கர புத்திமுட்டாയി പോകും. എല്ലാവർക്കും വഴി ബ്ലോക്ക് ആയി പോകും. എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് തീർത്ത് തരണം. കുഴി രൂപം കൊണ്ടപ്പോൾ തന്നെ അടയ്ക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി, ദേവികുളം മേഖലയെയും ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലം നിർമ്മിച്ചത്.
കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത്. സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി. ഓണാവധി എത്തും മുമ്പ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ മൂന്നാർ. മാട്ടുക്കട്ട അയ്യപ്പൻ കോവിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. മാട്ടുക്കട്ടയിൽ തുടങ്ങി ശാസ്താംകണ്ടം അൽഫാംപടി വഴി അയ്യപ്പൻ കോവിലേക്കുള്ള ഗ്രാമീണ റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. സ്കൂൾ ബസ്സുകളും മറ്റു നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന പാതയാണ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് 1 മീറ്ററോളം ദൂരത്തിലാണ് റോഡ് ഇടിഞ്ഞു താഴുകയും ഒന്നിലധികം ഭാഗങ്ങളിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിൽ നിന്നുമടക്കമുള്ളവർക്ക് മാട്ടുക്കട്ട, മേരികുളം, കട്ടപ്പന തുടങ്ങിയ പുറംലോകവുമായി ബന്ധപ്പെടുവാനുള്ള ഏക ആശ്രയമാണ് ഈ റോഡ്. അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ 1, 2 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന റോഡിലൂടെ ഡ്രൈവർമാർ ഇപ്പോൾ സാഹസിക ഡ്രൈവിംഗ് ആണ് നടത്തുന്നത്. മേരികുളം, മാട്ടുക്കട്ട, സ്വരാജ്, കട്ടപ്പന അടക്കമുള്ള വിവിധ സ്കൂളുകളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളുമായുള്ള വാഹനങ്ങളും നാട്ടുകാരും അപകടകരമായ തരത്തിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. അലങ്കാർ അപ്പാപ്പൻ വഴി പോകുന്ന റോഡാണിത്. ഈ വഴിയാണെങ്കിൽ കലിങ്ക്, അവിടെ ഇരിക്കുന്ന കലിങ്കാണ് തകർന്നു നിൽക്കുകയാണ്. അവിടെ റോഡിൽ കുഴികളുമാണ്. ഞങ്ങളുടെ പിള്ളേരാണെങ്കിൽ ഇവിടെ സ്കൂൾ ബസ്സിന് ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവർക്കാണെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതൊന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതൊന്ന് റോഡ് ശരിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിലെ വിടുന്നതാണ്. ബസ് 3-4 ഇതിലെ കടന്നു പോകുന്നതാണ്. ഇവിടുത്തെ കലിങ്ക് തകർന്നിരിക്കുകയാണ്. സൈഡിലത്തെ കെട്ടുമെല്ലാം പോയി ഭയങ്കര കുഴിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപകടം ഏത് സമയം ഉണ്ടാകാം. ഇതിലെ ജനങ്ങളാണെങ്കിലും ഒത്തിരി പേര് നടക്കുന്നതാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും അപകട സാധ്യത ഒഴിവാക്കുവാനും അടിയന്തര ഇടപെടൽ നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ ഉപ്പുതറ. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നടന്നു. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാക്കിയത്. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA M. മണി നിർവഹിച്ചു. നവീകരിച്ച ലാബ് കൂടി എത്തിയതോടെ മേഖലയിലെ ആധുനിക ടെസ്റ്റിംഗ് സൗകര്യമുള്ള പൊതുജന ആരോഗ്യ രംഗത്തെ ആദ്യ ആശുപത്രിയായി മുണ്ടിയേരുമ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രം മാറി. ആരോഗ്യ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി വിലയിരുത്തി ഏറ്റവും മികച്ച ചികിത്സ നൽകുവാൻ പാകത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ മുടക്കി ലാബ് നവീകരിച്ചത്. നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന ജനങ്ങൾക്ക് സേവനം ലഭ്യമാകും. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA M. മണി നിർവഹിച്ചു. ഒരു തൊഴിലാളികളെല്ലാം കയറ്റി പോകുന്നില്ലാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. റിലയന്റ് ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നടത്തുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനം ആദ്യമായാണ് ഇത്തരത്തിലുള്ള സ്ത്രീ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി സ്ത്രീകളാണ് പരിപാടിയുടെ ഭാഗമായത്. 13 ബ്രാഞ്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വനിതകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് MD ജോസുകുട്ടി സേവിയർ പറഞ്ഞു. സ്ത്രീകളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാടിൽ ഒരു മുതൽക്കൂട്ടായിട്ട് ഒരിക്കലും മാറിയിട്ടില്ല. കാരണം എല്ലാവരും അടുക്കളകളിലും അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് ഒരു കുടുംബം പഞ്ചായത്ത് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. പരിപാടിയിൽ മികച്ച സംരംഭകരെ ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ പ്രീത് ഭാസ്കർ പരിശീലന ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് സേവിയർ ജോസ്, ജീവനക്കാരായ അമൽ പ്രസാദ്, അമൽ പി ഓമനക്കുട്ടൻ, ജിനീഷ് പ്രസാദ്, ശ്രീനിവാസൻ M, ജിജി PK, ജോസി ഫിലിപ്പ്, അമൽ പി ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത റവന്യൂ വകുപ്പ്. 2024 പരിശോധനയിൽ 211 പേർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല.
ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാട് കയറി മൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ആ സ്ഥിതിക്ക് കാരണം. രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. പ്രതികരണം വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്ക് മൂന്നാറിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗ്. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു എന്ന ആക്ഷേപം. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലാക്കണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.